നമസ്കാരം. വിശപ്പു സഹിച്ചവനെ പച്ചവെള്ളത്തിന്റെ മധുരമറിയാൻ കഴിയൂ എന്നൊരു ചൊല്ലുണ്ട്. നാം എന്തു സമൃദ്ധിയിലാണ് ജീവിക്കുന്നത്. നമുക്ക് വേണ്ട ഭക്ഷണവും വസ്ത്രവും ആവശ്യത്തിന് ലഭിക്കുന്നു. എന്നാൽ ഇതൊന്നും ലഭിക്കാത്ത നിരവധി കുഞ്ഞുങ്ങൾ നമ്മുടെ ചുറ്റുപാടിൽ ജയിക്കുന്നുണ്ട്. അങ്ങനെയുള്ള ഒരു ബാലന്റെ കഥയാണ് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത്. എൻ്റെ കഥയുടെ പേരെന്താണെന്നോ? ആഗ്രഹം. ഒരിടത്തൊരിടത്ത് ഒരു കൊച്ചു ഗ്രാമത്തിൽ ഓലമേന ഒരു കൊച്ചു കുടിലിൽ ഒരു ബാലൻ ജീവിച്ചിരുന്നു. അവന്റെ പേരായിരുന്നു കുട്ടൻ. സ്കൂൾ ജീവിതം എന്താണെന്ന് പോലും അവനറിയില്ല. കഷ്ടപ്പാടും ദുരിതവുമായിരുന്നു അവന് കൂട്ട്. ഒരു നേരത്തെ ആഹാരം പോലും കഴിക്കാനില്ലാത്ത അവന് പഠിക്കാനുള്ള ആഗ്രഹം വളരെ വലുതായിരുന്നു. അവന്റെ വിഷമം കണ്ട് അവന്റെ അമ്മ അവനെ ഒരു സർക്കാർ സ്കൂളിൽ ചേർത്തു. സ്കൂളിൽ ചെന്നപ്പോൾ എല്ലാവർക്കും പുതിയ ബാഗുകൾ, ചെരുപ്പുകൾ. ഇത് കണ്ട അമ്മയ്ക്ക് കുട്ടന്റെ മുഖത്തേക്ക് നോക്കാനേ കഴിഞ്ഞില്ല. അങ്ങനെ ഒരു ദിവസം കുട്ടനെ ബാബു എന്ന സുഹൃത്തിനെ ലഭിച്ചു. അവൻ വളരെ പണക്കാരനായിരുന്നു. കുട്ടൻ ബാബുവിനോട് ചോദിച്ചു, നിന്റെ വീട് ഓലയാണോ ഓടാണോ? ബാബു പറഞ്ഞു, മാളികപ്പുറമുള്ള വീട്. കുട്ടൻ അതിശയത്തോട് ചോദിച്ചു, മാളികപ്പുറമുള്ള വീടോ? എന്താ? ബാബു പറഞ്ഞു, നീ അങ്ങനെയുള്ള വീടൊന്നും കണ്ടിട്ടില്ലേ? ഒരു ദിവസം ഞാൻ നിന്റെ വീട്ടിലേക്ക് കൊണ്ടുപോകും. അങ്ങനെ ഒരു ദിവസം ബാബു കുട്ടനെയും കൂട്ടി തന്റെ വീട്ടിലേക്ക് യാത്രയായി. വീട് കണ്ടതും കുട്ടൻ ഞെട്ടിപ്പോയി. അയ്യോ, ഇതെന്താ കൊട്ടാരമോ? വാതിൽ തുറന്നതും കുട്ടൻ പേടിച്ചുപോയി. അതാ മറ്റൊരു വീട്. അതിൻ്റെ ഉള്ളിൽ വലിയൊരു പട്ടിക്കുട്ടി. പട്ടിക്കുട്ടിയുടെ മുന്നിൽ എന്താണെന്നോ? വലിയൊരു പാത്രം നിറയെ ഭക്ഷണം. ഇത് കണ്ട കുട്ടിന്റെ വായിൽ വെള്ളം മൂടി. ഒരു ദിവസം ടീച്ചർ എല്ലാവരോടുമായി ഒരു ചോദ്യം ചോദിച്ചു, നിങ്ങൾക്ക് വലുതാവുമ്പോ ആരാവണം? കുട്ടൻ കേട്ടതും കുട്ടൻ ഉറക്കെ വിളിച്ചു പറഞ്ഞു, എനിക്ക് ബാബുവിന്റെ വീട്ടിലുള്ള പട്ടിക്കുട്ടിയെ മതി. എല്ലാവരും ഇത് കേട്ട് ചിരിക്കാൻ തുടങ്ങി. എന്നാൽ ചിരി അധികം നേരം ഉണ്ടായിരുന്നില്ല. അവന്റെ അവസ്ഥ മനസ്സിലാക്കിയ കൂട്ടുകാരും അധ്യാപകരും അവനെ സഹായിച്ചു. കൂട്ടുകാരെ, നമുക്കിതിൽ നിന്നും എന്തു മനസ്സിലാക്കാം? ആഗ്രഹങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ ഉയരങ്ങളിൽ എത്താൻ സാധിക്കൂ. കുട്ടന്റെ ജീവിതം നമുക്കും ഒരു പ്രചോദനമാകട്ടെ. നന്ദി, നമസ്കാരം.